ചിറ്റുളങ്ങര അമ്പലത്തിലെ കുംഭഭരണി കാണാൻ പോകുന്ന പോക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകല് നല്ല തിരക്കാണെന്ന് വിചാരിച്ച് രാത്രി പോയി കാണാമെന്നുള്ള പ്ലാനാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ആ പ്ലാൻ തന്നെ ഇട്ട് കാണണം, കാരണം ഒടുക്കത്തെ തിരക്കായിരുന്നു. അതിനിടയ്ക്ക് ഒരു കുട്ടിയെ കാണാനില്ല എന്നുള്ള ഒരു അനൗൺസ്മെന്റ് കൂടെ കേട്ടപ്പോഴത്തേക്കും പൂർത്തിയായി. കാശിക്കുട്ടിന്റെ കയ്യിൽ ഒന്നും കൂടെ മുറുകെ പിടിച്ചിട്ട് നേരെ കുതിരച്ചവിട്ടിലോട്ട് നടന്നു. ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്, പക്ഷെ നമുക്ക് അതിൻ്റെ അകത്തൊന്നും എത്തി നോക്കാനുള്ള സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല. കാശിക്കുട്ടിനപ്പോഴത്തേക്കും തൊട്ടടുത്ത ഷോപ്പിലോട്ട് ഓടിയും കയറി അവന് ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ചധിക സമയം അവിടെ ചിലവഴിച്ചിട്ട് കൂട്ടത്തിൽ വലിയൊരു ടോയും എടുത്തുകൊണ്ട് കാശിക്കുട്ടൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് ചറപറ ഷോപ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു, കാരണം ഏറ്റവും കൂടുതൽ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്സ് ആയിരുന്നു കേട്ടോ. അവിടുന്ന് 2 സെറ്റ് ബജിയും വാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ കുതിരച്ചവിട്ടിലോട്ട് പോയി കേട്ടോ. അതായത് കുതിരയൊക്കെ നിരത്തിയിട്ടിരിക്കുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ ഇത്. ഒരുപാട് കുതിരയും തേരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഭയങ്കര തിരക്കായിരുന്നു അകത്ത്. നമുക്കൊന്ന് നിൽക്കാനോ തിരിയാനോ ഉള്ള സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടും ഭയങ്കര പൊടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാശിക്കുട്ടൻ ആ തേരിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ച് കരച്ചിലായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ കണ്ടില്ലേ, അവനെ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഇരുത്തി. കയറി ആഹ്ലാദമൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് കാണിച്ചില്ല കേട്ടോ. നല്ല പാടുപെട്ടാണ് പുള്ളിക്കാരൻ അതിൻ്റെ മുകളിൽ നിന്നൊന്ന് ഇറക്കി കിട്ടിയത്. സമയം നല്ല നട്ട പാതിരാത്രി ആയതുകൊണ്ട് കാശിക്കുട്ടന് നാളെ സ്കൂളിൽ പോകണം എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ട് പോയ വഴുന്ന രാവി പറക്കുന്ന ഐസ്ക്രീം വാങ്ങി കഴിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി കേട്ടോ. അപ്പോൾ സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.